നമ്മുടെ ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന ഒരു നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട്, ആ ഒരുപാട് കാര്യങ്ങൾ മിന്നിമറയുന്ന ചെറിയ കോൺസെപ്റ്റുകളുടെ രാജാവ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു വീരഭദ്ര. എന്നെ വെറുക്കരുത്, ആദ്യം എന്നെ മനസ്സിലാക്കും എന്നുള്ള രീതിയിലൊരു നിങ്ങൾ പറയടാ. ഷെഡിന്റെ ഓപ്പോസിറ്റ് വീട്ടിലെ അമ്മമ്മ റോഡിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചാൽ നീ ഇപ്പൊ മറ്റേ വണ്ടി ഓടാൻ പോകുന്നില്ലേ, അതിൽ മാറിയായിരുന്നു. വണ്ടിയില്ല, ആ വണ്ടി തന്നെ ഇത്. പച്ചപ്പിൻ്റെ ഏറ്റവും പ്രകൃതി രമണീയമായ നമ്മുടെ ഈ നെയ്യാർ ഡാമിൻ്റെ ഒരു പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലം എന്താ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു വെറൈറ്റി കോൺസെപ്റ്റ്, ഒരു വെറൈറ്റി വണ്ടിയായിട്ടാണ് നിങ്ങളെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്ന വണ്ടി ഏതാണെന്ന് നമുക്ക് തമ്മിലും ക്യാപ്ഷനും എല്ലാം കണ്ട് മനസ്സിലാക്കാണ്. നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഇവിടെ അടുത്തുള്ള കള്ളിക്കാട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വീരഭദ്രയുടെ ഒരു കിടിലം BMR എഡിഷൻ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചവരോടൊക്കെ BMR വണ്ടി കൊണ്ട് തന്നെ പുതിയ സ്റ്റിക്കർ വർക്ക് കൊണ്ട് വേറെ ലെവലിൽ തരംഗം സൃഷ്ടിച്ച നമ്മുടെ വീരഭദ്രയുടെ ആറാട്ട് എന്ന ഈ ഒരു കിടിലം വണ്ടിയുടെ ഒരു സൂപ്പർ എന്താ പറയുക, ഒരു പൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ എത്തിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു വീഡിയോ പ്രത്യേകത വെച്ചാൽ ഈ വണ്ടി ഇതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ വണ്ടി അപ്ഡേഷന് കിടക്കുമായിരുന്നു. നമ്മുടെ കൊറോണ സമയത്തൊക്കെ ആ വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് വണ്ടി അപ്ഡേഷന് വേണ്ടി കിടക്കുമായിരുന്നു. ഫുൾ വൈറ്റ് ആയിരുന്നു വണ്ടി. ആ വൈറ്റിൽ കിടന്നപ്പോൾ തന്നെ നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അന്നേ നമ്മൾ പറഞ്ഞാണ് വണ്ടി സ്റ്റിക്കർ വർക്കുണ്ട്, സ്റ്റിക്കർ വർക്ക് കഴിയുമ്പോൾ നമ്മൾ ഒരു കിടിലൻ വീഡിയോയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്ന്. അപ്പോൾ ആ വാക്ക് പാലിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ നമ്മുടെ ഈ ഒരു കിടിലൻ വീഡിയോയിലേക്ക് അച്ഛന്മാരെ ഒരു അടിപൊളി സ്വാഗതം. അപ്പോൾ അച്ഛന്മാരെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു അടിപൊളി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ പരിസരത്താണ്. നെയ്യാർ ഡാമിലാണെങ്കിൽ ഷട്ടറിൽ എല്ലാം അടച്ചു വെച്ചെങ്കിൽ വെള്ളമില്ല, അതുകൊണ്ടാണ് നെയ്യാർ ഡാം കാണിക്കാത്തത്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഈ ഒരു കിടിലും ആറാട്ട് എഡിഷനുള്ള ഈ ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. വീരഭദ്ര എഡിഷൻ കിടിലും വണ്ടി എന്ന് തന്നെ എടുത്തു പറയണം. കാരണം നമ്മൾ ഇതിന് മുന്നിൽ ഈ വണ്ടി റിവ്യൂ ചെയ്തു വൈറ്റി കിടന്നപ്പോൾ. അപ്പോൾ മച്ചാന്മാരെ അച്ചൂസിൻ്റെ ഗ്രാഫിക്സിലാണ് നമ്മുടെ ഈ ഒരു വണ്ടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പും അച്ചൂസ് ഗ്രാഫിക്സ് ചെന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെർഫെക്ഷൻ കൊണ്ട് അവിടുത്തെ സ്റ്റിക്കറിൻ്റെ ഡിസൈൻ വർക്ക് കൊണ്ട് എല്ലാം മികച്ച ഒരു പ്രതികരണം തന്നെ കിട്ടുന്ന ടീമാണ് അച്ചൂസ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ. അച്ചൂസിൻ്റെ ഒരു വീഡിയോ പോലും നമ്മളെ വീഡിയോ കിടക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ വിളിച്ചപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു പുള്ളിക്കാരെ. അപ്പോൾ മറ്റന്മാർ നമ്മുടെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയുടെ കൊണ്ട് കുറച്ച് കുറേ പയ്യന്മാരാണെന്ന് തോന്നുന്നു വന്ന് നിൽക്കുന്നത്. അപ്പോൾ റിവ്യൂ വണ്ടിയുടെ വേറെ ലെവൽക്കും മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോറടിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു വണ്ടിയുടെ വിശകലമായ വലിയൊരു റിവ്യൂ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രാഫിക്സ് വർക്ക് ചെയ്തപ്പോൾ വണ്ടിക്ക് വന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. മച്ചാന്മാരെ നമ്മുടെ ക്രിയേറ്റീവ് ഹബ്ബാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ല. നമ്മുടെ BMR വണ്ടിയിൽ ഈ ഒരു ഡിസൈൻ മാരകം എന്ന് തന്നെ പറയണം. കാരണം ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ആ ഡിസൈൻ പറഞ്ഞ് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരു കാണാൻ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഒരു പച്ചയുടെ ഒരു പ്രസരിപ്പ് മൊത്തത്തിൽ എടുത്തു നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും കുറേ അധികം കളറുകളുടെ ഒരു ഡിസൈൻ വർക്ക് തന്നെയാണ് ക്രിയേറ്റീവ് ഹബ്ബ് ഡിസൈൻ വർക്ക് ചെയ്ത് നമ്മുടെ അച്ചൂസറിന് കൊടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ റെഡ് കണ്ണ് പോലെ തോന്നിക്കുന്ന, ഇപ്പം നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഇപ്പോഴത്തെ മിക്ക ഡിസൈൻ വർക്കുകാരുടെയും ജോലി. അതുപോലെ തന്നെ ഇവരും ചെയ്തിട്ടുണ്ട്. കാരണം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വണ്ടിക്ക് ഭീകരമായ ഒരു മുഖം, ആ ഒരു ഫേസ് കൊടുക്കുന്നതിൽ ക്രിയേറ്റീവ് ഹബ്ബ് മോനെ വേറെ ലെവൽ. കാരണം ഫ്രണ്ടിൽ നിന്ന് ബോണറ്റിൽ തന്നെ ആ ഒരു BMR നമ്മുടെ ഗ്രാൻഡ് BMR വണ്ടിയുടെ ഒരു ചെറിയ ബോണറ്റിൽ രണ്ട് കണ്ണ് പോലത്തെ സാധനം കൊടുത്തിട്ട് കൃഷ്ണമണി പോലെ വൈറ്റ്, വെളിയിലെ റെഡ്, ഗ്രീന്, ബ്ലാക്ക്, ഒരു ചെറിയ ഗ്രേ പോലത്തെ കളറ്, അങ്ങനെ ഒരുപാട് കളറുകളുടെ വിസ്മയം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വർക്കിൽ ക്രിയേറ്റീവ് ഹബ്ബ് ചെയ്തേക്കുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള കളർ തന്നെ. കാരണം പച്ചയുടെ പ്രസരിപ്പ് ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ തന്നെ ഒരു റെഡിൻ്റെ ഒരു ഫിനിഷിങ് വന്നപ്പം വണ്ടി കിട്ടിയ ഒരു ഡിസൈൻ, ആ ഒരു കളർ വർക്ക് കൊടുത്തപ്പോൾ വണ്ടി കിട്ടിയ ലുക്ക് മോനെ പറയാതിരിക്കാൻ വേണ്ടി. കാരണം ഈ ഒരു BMR ഗ്രാൻഡ് BMRൻ്റെ കാര്യം എടുത്തു പറഞ്ഞു. കാരണം ഇപ്പം സെഡോണിൻ്റെ കാലമാണ്. ഏതൊരു വണ്ടി പ്രാന്ത് നോക്കിയാലും സെഡോൺ. നമ്മളിപ്പോൾ ട്രിപ്പിന് വിളിക്കുമ്പോൾ ചേട്ടാ സഡൻ തന്നെ വേണ്ടി ആ ഒരു
ആ വണ്ടിയുടെ ചോദിക്കുന്ന ഒരു കാലത്ത് BMR കൊണ്ട് തരംഗം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തരംഗം സൃഷ്ടിക്കുന്ന കുറച്ച് വണ്ടികളെ നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ളൂ. അതിൽ ഒന്ന് തന്നെയാണ് വീരഭദ്ര. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് നമ്മൾ ഗ്രാൻഡ് BMR ഇഷ്ടപ്പെടുന്ന ഒരുപാട് വണ്ടി ഭ്രാന്തന്മാർ ഉണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കാര്യം എടുത്ത് പറഞ്ഞത്. ഡിസൈൻ വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ മൊത്തത്തിലും കാണാൻ മനസ്സിലായി കാണും. പിന്നെ ഒരു ഫേസിന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം മൊത്തത്തിൽ ആ ഒരു സൂക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു ഫേസ് പോലെ തോന്നിക്കുന്ന ഒരു കളറും ആ ഒരു ഡിസൈൻ വർക്ക്. കാരണം ഇവിടെ കണ്ണുപോലെ തോന്നിച്ചിട്ട് ഇവിടെ താഴത്തെ ഒരു താടിയുടെ സംഭവം കൂടെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അത് മൊത്തത്തിലുള്ള കാണാൻ മനസ്സിലായി. കാരണം ഇതൊരു ഫേസാണ്, എന്തോ ഒരു പ്രതിബിംബിപ്പിക്കുന്ന ഒരു ഫേസ് പോലെ തന്നെയാണ് ഒരു ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഡിസൈൻ വർക്കിൽ അകത്തോട്ട് അതിൻ്റെ ആ ഒരു ആഴങ്ങളിലേക്ക് ഓടുന്നിറങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പം ഡിസൈൻ വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേറെ രീതിയിൽ കിടിലമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം വീരഭദ്രയ്ക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ലുക്ക് അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഏറ്റവും മുകളിൽ ബ്ലാക്ക് ഒരു ഫിനിഷിങ്ങോടെ തന്നെയാണ് വീരഭദ്രയുടെ ഫോണ്ട് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് റിവ്യൂ ചെയ്തപ്പോൾ ആ മുകളിലത്തെ ടോപ്പിലേക്ക് 8 എണ്ണം ഇല്ലെങ്കിൽ 4 എണ്ണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർ കയറ്റുകയാണെങ്കിൽ 8 എണ്ണം. കാരണം നമുക്ക് ഒരു പൊക്കം തോന്നിക്കുന്നുണ്ട് വണ്ടി, വേറെ ലെവലിൽ പൊക്കം തോന്നിക്കുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഒരു ഗ്രാഫിക്സ് വർക്കിനോട് യോജിക്കുന്ന രീതിയിൽ ആ ബ്ലാക്ക് ഒരു ഗ്രീൻ കളറിൽ തന്നെയാണ് ഇവിടെ കൊമ്പും ആനയുടെ കൊമ്പ് എങ്ങനെയാണ് അതുപോലെ തന്നെ 2 കൊമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഡിഷൻ നെയിം ആറാട്ട്, നമ്മുടെ മോഹൻലാല് നമ്മുടെ ലാലേട്ടൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട്, ആ ഒരു പേരിനോട് യോജിക്കുന്ന രീതിയിൽ ആറാട്ട് എന്നുള്ളൊരു പേര് എഡിഷൻ നെയിം ഒരു പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു പുരാണമായ ഒരു ആറാട്ട് ഒരു അഭിഷേകം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തെയ്യത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ മിന്നിമറയുന്ന ചെറിയ കോൺസെപ്റ്റുകളുടെ രാജാവ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീരഭദ്ര. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 2 കാര്യമാണ്. ഒന്ന് ബമ്പർ ലിപ്സ്, അതുപോലെ നിയോൺ ലൈറ്റ് ഇതിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം സ്റ്റിക്കർ വർക്കിൻ്റെ സമയമായപ്പോൾ അവർ നിയോൺ ലൈറ്റ് എല്ലായിടത്തും മാറ്റി. അപ്പം ഈ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്, ലൈറ്റ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഒരു അപ്ഡേഷൻ നമ്മുടെ വീരഭദ്ര ടീം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഒരു അപ്ഡേഷൻ വീണ്ടും നമ്മൾ വീരഭദ്രയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡിങ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രെൻഡിങ്ങാണ് ഇപ്പം ബമ്പർ ലിപ്സ്. ആ ഒരു ബമ്പർ ലിപ്സിന് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പച്ച കളറിൻ്റെ പ്രസരിപ്പോഴുള്ള വണ്ടിയിൽ റെഡ് കളറിലുള്ള ബമ്പർ ലിപ്സ് കൊടുത്തപ്പോൾ വണ്ടിക്ക് മൊത്തത്തിലുള്ള അഴക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുമ്പോഴുള്ള ലുക്ക് വേറെ ലെവലാവുന്നുണ്ട് മച്ചാൻ വരെ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നും ഒന്നും പറയല്ല, ഇവിടെ BMR നമ്മൾ കൊച്ചിലെ മുതലേ കണ്ട് വളർന്ന വണ്ടി ആയതുകൊണ്ടായിരിക്കും വീണ്ടും കാണുമ്പോൾ ഇതെങ്ങനെയുണ്ട് വൈറ്റിൽ കിടന്ന വൈറ്റിൽ ഇപ്പം സ്റ്റിക്കർ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റിക്കർ വർക്ക് ഒരു രക്ഷയില്ല. മോനെ വേറെ ലെവലടുത്ത് നമ്മൾ സൈഡിലേക്ക് പോകുമ്പോൾ മൊത്തത്തിലുള്ള ഗ്രാഫിക്സ് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. ക്രിയേറ്റീവ് ഹബിൻ്റെ അവരുടെ കയ്യിൽ വരുന്ന ഒരു മാന്ത്രികം തന്നെയാണ് എന്ന് പറയുന്നത്. എന്താ അവിടെ നമ്മുടെ PUBGയിലെ നമ്മുടെ ആ ഒരു രൂപം, ആ ഒരു സിമ്പിൾ നമ്മുടെ ചെറുക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവ് ടു ഡ്രൈവ്, തള്ളരുത് അല്ലെങ്കിൽ തുറക്കുക, അത് ആ സംഭവത്തിൻ്റെ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഒരു ഡോറിൽ നിന്ന് തുടങ്ങുമ്പം ഇവിടെ ഒരു എന്തോ പുതിയതാണെന്ന് തോന്നുന്നു, എന്തോ ഒരു തീമൊരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ഭീകരമായ അന്തരീക്ഷം ഉണർത്തുന്ന രീതിയിൽ നമ്മുടെ ഫ്രണ്ട് ഡോറിൽ നിന്ന് തന്നെ സ്റ്റിക്കർ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് പോകുമ്പോഴും ആ ഒരു കളറുകളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു എടുപ്പ് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. കാരണം ഒരു ബ്ലാക്ക്, ഗ്രീന്, വൈറ്റ്, ആ മൊത്തത്തിലുള്ള ഗ്രേ, അങ്ങനെ കുറേ കളറുകളുടെ ഒരു സമ്മിശ്രിതമായ ഒരു സംഭവം പോലെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വർക്ക് അവർ ചെയ്തേക്കുന്നത്. ഡിസൈൻ വർക്ക് നമുക്ക് ദൂരം നോക്കിയാലേ കറക്റ്റ് മനസ്സിലാവും. ഡിസൈൻ വർക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഒരു ഹൊറർ തീം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ നിന്ന് സെൻട്രൽ പോർഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, പല്ല് നീട്ട് നാക്കൊക്കെ വെളിയിലിട്ട് ഒരു ഹൊറർ തീമിലുള്ള ഒരു ഡിസൈനാണ് ക്രിയേറ്റീവ് ഹബ് ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ BMR വണ്ടി, ഗ്രാൻഡ് BMR വണ്ടി, ആ വണ്ടിയിൽ ഒരു ഇത്രയും മാസമായിട്ടുള്ള ഒരു സ്റ്റിക്കർ വർക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വേറെ ലെവൽ വണ്ടിയാണ്. നമുക്ക് സ്റ്റിക്കർ വർക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു പച്ചയും ഒരു ബ്ലാക്കും ഒരു അത് പ്രസരിപ്പോടെ ഇടിച്ചു നിൽക്കുന്ന ഒരു കളറാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ഗ്രാഫിക്സിനെ വേറെ ലെവലാക്കി മാറ്റുന്നത്. അതുപോലെ പെർഫെക്ഷൻ, നമ്മുടെ അച്ചൂസേട്ട ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു പെർഫെക്ഷൻ ഒന്നും പറയില്ല, വേറെ ലെവൽ. ആദ്യം നമുക്ക് VB നമ്മുടെ വീരഭദ്രയുടെ ആ ഒരു ഷോർട്ട് ഫോമിലുള്ള ഒരു ലോഗോ ഏറ്റവും ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് വരുമ്പം ആ ക്വാർട്ടർ ക്ലാസ്സിൽ അച്ചൂസ് ഗ്രാഫിക്സ് ഇട്ടിട്ടുണ്ട്. തൊട്ടടുത്ത ക്വാർട്ടർ ക്ലാസ്സിൽ ക്രിയേറ്റീവ് ഹബ്, വി ക്രിയേറ്റ് ഫോർ യു എന്നുള്ള ഒരു ലോഗോ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും മുകളിൽ ഡോണ്ട് ഹേറ്റ് മീ, ജസ്റ്റ് ട്രൈ ടു നോ മീ ഫസ്റ്റ്, എന്നെ വെറുക്കരുത്, ആദ്യം എന്നെ മനസ്സിലാക്കും എന്നുള്ള രീതിയിൽ ഒരു ക്യാപ്ഷൻ വണ്ടിയുടെ മുകളിൽ ക്വാർട്ടർ ക്ലാസ്സിൽ അവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. ആദ്യമേ തന്നെ നമ്മളെ വെറുക്കരുത്, അതിൻ്റെ യഥാർത്ഥ വശം, നമ്മുടെ മുഖം, നമ്മൾ എന്താണെന്നുള്ള ആദ്യം തിരിച്ചറിയും എന്നുള്ള രീതി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഗ്രാഫിക്സ് വർക്ക് തന്നെയാണ് എടുത്തുകൊണ്ട്. ഇപ്പം ഗ്രാഫിക്സിന് പറഞ്ഞ എടുത്തെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ഫുൾ റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്തു. അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾക്ക് പോകാതെ ഗ്രാഫിക്സ് മാത്രം എടുത്ത് പറയുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്കിലേക്ക് വരുമ്പോഴും നമ്മൾ സൈഡിൽ കണ്ട ആ ഒരു ഗ്രാഫിക്സിൻ്റെ ഒരു മിനിയേച്ചർ, ആ ഒരു ഈ മൊത്തം സംഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്സ് വർക്ക്, ആ ഒരു ഡിസൈൻ വർക്കിനാണ് ഏറ്റവും ബാക്കിൽ അവർ ചെയ്തേക്കുന്നത്. അപ്പം ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങും. ഏറ്റവും മുകളിൽ വീരഭദ്ര എന്നുള്ള ഫ്രണ്ടിൽ ഇരിക്കുന്ന അതേ സെയിം ഫോണ്ട് തന്നെ വീരഭദ്ര എന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്.
അവിടെ കള്ളിക്കാട് മൈലക്കര എന്നാണ് അവരുടെ സ്ഥലം. അതിൽ അവരുടെ നമ്പർ അവിടെ 2 നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ട്രിപ്പോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഏറ്റവും മുകളിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ഗ്രാഫിക്സ് വർക്ക് അതൊന്നും കാണാൻ മനസ്സിലാക്കണം. ഒരു മുഖം ഇവിടെ ഇത് പല്ലി ഇവിടെ നാക്കൊക്കെ നീട്ടി നിൽക്കുന്ന ഒരു ഹൊറർ തീമിലുള്ള സംഭവം തന്നെയാണ് മച്ചാന്മാരെ ഇത് അവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ലൈറ്റിൻ്റെ കാര്യങ്ങളും ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിന് മുന്നിലുള്ള റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് അവിടെ പോയി കാണുക. അപ്പം അതുകൊണ്ടാണ് മൊത്തം എടുത്ത് പറയാത്തത്. അപ്പം ഗ്രാഫിക്സ് വർക്കിൻ്റെ കാര്യം എടുത്തെടുത്ത് തന്നെ പറഞ്ഞു പെർഫെക്ഷൻ. നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ഷട്ടറാണ് ഇവിടെ കാണുന്നത്. അപ്പം ഷട്ടറെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണെങ്കിൽ മാക്സിമം അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്ന് ഇപ്പുറത്ത് വരുമ്പോൾ ആ ഒരു പച്ചയുടെ പ്രസരിപ്പോടെ തന്നെ നമ്മുടെ വീരഭദ്രയും പരിചയപ്പെടുമ്പം മോനെ ഒന്നും പറയാനില്ല, വേറെ ലെവൽ. ഇപ്പം ലുക്കിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പം ഓരോ വണ്ടികളും ഓരോ കാലം കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ പുതിയ അപ്ഡേഷൻ കഴിയും, പുതിയ രീതിയിൽ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അച്ഛന്മാരെ ഇപ്പോൾ വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യം നമുക്ക് അജൂസിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യമൊക്കെ അത്രയിലാണ്. ഇനി നമുക്ക് വണ്ടിയുടെ അന്ന് വന്നപ്പോഴും നമ്മുടെ ക്രൂ മെമ്പേഴ്സ് കുറവായിരുന്നു. അപ്പം ഇന്ന് 2-3 ക്രൂ മെമ്പേഴ്സിനെ കുറച്ച് ഫാൻസ് പയ്യന്മാരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമുക്ക് വണ്ടിയുടെ സാരഥി തുടങ്ങും. ചേട്ടാ പേര്? വിപിൻ കുക്കു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സാരഥി അല്ലേ ചേട്ടാ? അപ്പോൾ ബാക്കി വരാം. ഇപ്പം നമ്മുടെ ഈ ചേട്ടൻ്റെ പേര് അനന്ത്. വണ്ടിയുടെ മാനേജർക്കും ഓൾക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ വണ്ടിയുടെ ഫാൻസ് പയ്യന്മാരുടെ പേര് പറയടാ. എബിൻ. എൻ്റെ പേര് സുബിൻ. അലൻ. എടാ അപ്പോൾ വണ്ടിയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുക്കു ചേട്ടനെ ഇഷ്ടപ്പെട്ടത്. ഡ്രൈവറും കിളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫുൾ പവർ ഗൈസ്. സ്റ്റിക്കർ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടോ? അടിപൊളി. ആദ്യം തന്നെ കാട്ടിയപ്പം കൊള്ളാം. അടിപൊളി. നിങ്ങൾ പറയടാ. പയ്യന്മാർ ഫുൾ പവർ ആണ് ഗൈസ്. ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നുകൊണ്ടിരിക്കുന്നു. എടാ നീ പറ. അല്ലൻ അല്ലേ? എഡിഷൻ നിയമമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇവര് 3 പേര് പറഞ്ഞ തന്നെ വണ്ടി ഫുൾ. നമ്മുടെ അവന് സാരഥിയും വണ്ടി ഇഷ്ടപ്പെട്ടുവെങ്കിൽ അവന് നിനക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടാ? ഡി അവന് സെറ്റ് വർക്കിലായിരുന്നു പ്രിയം. അവന് കുഞ്ഞു പ്രായത്തിലെ കമ്പം ഉള്ളിലെ വിഷയങ്ങളിലേക്കാണ്. അതിൽ അവന് വന്നപ്പം അവിടെ പേരും എഡിഷൻ നിയമവും. അപ്പോൾ നമുക്ക് ഇനി ഫാൻസ് പേയ്മെൻറ്റ് കാര്യം കാരണം കുഞ്ഞി ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ സാരഥി വണ്ടി വയറ്റി കിടന്നപ്പോഴും ഇപ്പം സ്റ്റിക്കറൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ രണ്ടും എങ്ങനെയൊക്കെ ഉണ്ട് ഒരു അഭിപ്രായങ്ങളും ഫീലും ഒക്കെ? അഭിപ്രായങ്ങൾ ഇപ്പോൾ നല്ല അഭിപ്രായമാണ്. ആദ്യം നല്ല അഭിപ്രായം. ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞു എടാ വണ്ടി ഒരുപാട് മാറി. വണ്ടി വന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വണ്ടി ഒതുക്കുന്ന ഷെഡിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലെ അമ്മൂമ്മ ഒരു ഓർഡറിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ നീ ഇപ്പം മറ്റേ വണ്ടി ഓടാൻ പോകുന്നില്ലേ, അതിന്ന് മാറിയായത്? വണ്ടിയില്ല, ആ വണ്ടി തന്നെ ഇത്. ഇല്ലടാ അത് വെള്ളയല്ലേ ഇത് പച്ചയല്ലേ ചോദിച്ചു. ആ പറഞ്ഞില്ല, ആ വണ്ടി ഇന്നലെ വർക്ക് കഴിഞ്ഞുള്ളൂ. വണ്ടി വർക്ക് കഴിഞ്ഞ് നൈറ്റാണ് വന്നത്. നൈറ്റ് വന്ന് പിറ്റേന്ന് രാവിലെ ആയിരുന്നു ഓട്ടം. അങ്ങനെ മൊത്തത്തിലങ്ങ് മാറി. നല്ല അഭിപ്രായം. ആർക്കൊന്നും ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല. എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ സാരഥി എന്ന നിലയിൽ ചെക്കനെ കുറിച്ച് ചെറുക്കൻ പണ്ടത്തെ പോലെ തന്നെയാണ്. വേറെ ലെവലാണ്. അപ്പോൾ പിന്നെ ഇത്തിരി കൂടി ലുക്കും കാര്യങ്ങളൊക്കെ ആയി. എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട്. ആര് പച്ചയുടെ പ്രസരിപ്പ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആരും ഒന്ന് നോക്കുന്നുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ മാനേജറായിട്ട് ചേട്ടാ നമ്മളെ അകത്തുള്ള സെറ്റ് വർക്ക് അന്ന് ചെയ്തതിനേക്കാളും വേറെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. സെറ്റ് വർക്ക് ഇതുവരെ വേറെ അപ്ഡേഷൻ ചെയ്തിട്ടില്ല. ഫോണിക്സിൻ്റെ സെറ്റ് വർക്കാണ്. അപ്പോൾ ഇനി ഒരു അപ്ഡേഷൻ ഉടനെ ഉണ്ട്. ലൈറ്റ് വർക്ക് ഇപ്പോൾ ഗ്രാഫിക്സ് വർക്ക് കഴിഞ്ഞ് ആ ഒരു അപ്ഡേഷൻ കഴിഞ്ഞ് ഇനി അടുത്ത് വരാൻ പോകുന്നത് ലൈറ്റിൻ്റെ അപ്ഡേഷൻ. അപ്പം ഒരു വെറൈറ്റി കോൺസെപ്റ്റ് വീണ്ടും വരും. വെറൈറ്റി കോൺസെപ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാനിങ് ഉണ്ട്. അപ്പോൾ സർപ്രൈസുകൾ വരുന്നുണ്ടെന്നാണ് അതിൽ നമ്മൾ അറിയുന്നത് അല്ലേ? അപ്പോൾ ഇപ്പം എന്തൊക്കെയുണ്ട് അകത്ത്? ഇപ്പോൾ അകത്ത് ഞങ്ങൾ 2 DD ആണ്. 2 DD സോണിയിൽ എക്സ്പ്ലോറിൻ്റെ 2 സബ് അതാണ് വെച്ചിട്ടുണ്ട്. പിന്നെ ബർത്തിൽ 6 സ്പീക്കർ, പിന്നെ അടിയിൽ 4, മൊത്തം എല്ലാം കൂടെ 12 സ്പീക്കർ ഉണ്ട്. അപ്പോൾ ചില ചോദിക്കട്ടെ, ഇപ്പം ഈ കാലം എന്ന് പറഞ്ഞാൽ സെഡോൺ തരംഗമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഗ്രാൻഡ് ബിഎംആർ ഇപ്പോൾ സെഡോൺ വരുന്നതിന് മുമ്പിൽ ഇപ്പോഴും സെഡോൺ ആയിരുന്നാലും ഇപ്പോൾ ആരോട് ചോദിച്ചാലും ഗ്രാൻഡ് BMR എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വികാരമാണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ തന്നെയാണ് BMRനോട് ഉള്ളൊരു ഇഷ്ടം. BMRലെ ഇഷ്ടം കൊണ്ടാണ് ആ ഒരു എന്ന് വെച്ചാൽ ഫ്രണ്ട് പോലും മാറാതെ ഈ ഒരു BMR തന്നെ വെച്ച് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തത്. ഒരുപാട് പേര് പറഞ്ഞു ഫ്രണ്ട് മാറി പുതിയ മോഡൽ വേഗ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതേപോലെ അടിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഈ BMR ഇങ്ങനെ തന്നെ നിർത്താനുള്ള താല്പര്യം കൊണ്ടാണ് BMR തന്നെ ഇത് ചെയ്തത്. കാരണം ഗ്രാൻഡ് BMRനോട് ഇഷ്ടമുള്ള ഒരുപാട് നമുക്ക് കമൻറ്റ് വരുമ്പോൾ അതറിയാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. ഗ്രാൻഡ് BMR എന്ന് പറഞ്ഞാൽ അന്നായാലും ഇന്നായാലും ഒരു തരംഗമാണ്. സെഡോണിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു തരംഗമാണ് ഗ്രാൻഡ് BMR. കാരണം അത് എത്ര ഒരുപാട് വണ്ടികൾ നോക്കുമ്പോൾ അറിയാൻ തന്നെ സെഡോണും BMRനും പിടിച്ചേക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ? അപ്പം വീരഭദ്ര
യാ മോനെ വേറെ ലെവൽ. പാട്ടോ ഹലോ അച്ഛണ്ണ ഇവരെയൊക്കെ അറിയാവോ? നമ്മുടെ പയ്യനെ അറിയാവോ? അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് ചെയ്ത അച്ചു ചേട്ടനാണ്. അച്ഛണ്ണ എന്ത് പറയാനുണ്ട് വീരഭദ്രയുടെ ഗ്രാഫിക്സ്? വീരഭദ്രയുടെ ഗ്രാഫിക്സിനെ കുറിച്ച് എന്ത് പറയാണ്ടെന്ന്? സൂപ്പർ അല്ലേ? അല്ലേ ഓണറുടെ ഇല്ല, നമ്മുടെ സാരഥിയും മറ്റേ മാനേജറേ ഉള്ളു. ഓ പയ്യന്മാരെല്ലാം ഉണ്ട്, നേരിടാം. അപ്പോൾ അഞ്ചാമരെ നമ്മുടെ ഈ ഒരു വീരഭദ്രയുടെ ഈ ഒരു ഗ്രാഫിക്സ് അടിച്ച ഈ ഒരു വണ്ടിയുടെ റിവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയറിലെ ബാക്കി കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇതിപ്പം ഒരുപാട് ലൈറ്റുകളുണ്ട്. സഞ്ചരിക്കുന്ന ഗ്രാൻഡ് BMWലെ കൊട്ടാരം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഇവിടെ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അപ്പോൾ മെമ്പേഴ്സ് എല്ലാവരും ഡാൻസേഴ്സ് തളർന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അഞ്ചാമ പിന്നെ പറയാതെ പോകാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ നമ്മുടെ ബസ്സിലെ ക്യാബിന് ഇതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടാണ് കാണിക്കാത്തത്. എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടുള്ള അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഫോണിക്സിൻ്റെ ഒരു കിടില അപ്ഡേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻറ്റീരിയർ റിവ്യൂ മാത്രമായിട്ട് നമ്മുടെ ചാനൽ വരുന്നുണ്ട് ഗൈസ്. എന്നാലും ചെക്കൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഗൈസ്, യാ മോനെ വേറെ ലെവൽ. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് നെയ്യാർ ഡാമിൻ്റെ പ്രസരിപ്പോടെ വീരഭദ്ര എന്നുള്ള ഈ ഒരു വണ്ടിയുടെ ആറാട്ടിൻ്റെ കിടിലം വിജയങ്ങളും നിങ്ങളൊന്ന് കണ്ട്. അപ്പോൾ വെച്ചാൽ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മച്ചാൻ വരെ കുറേ ദിവസം വീഡിയോസ് ഡിലേ ആയിരുന്നു. അപ്പം വേറെ നമ്മളുടെ കോളേജ് ക്ലാസ് തുടങ്ങി. പക്ഷേ ഇനി നമ്മൾ എന്നും കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ മച്ചാൻ വരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ കാണുന്ന ഒരു സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗ്സ്. ബൈ ബൈ.